യഥാസമയം ചികിത്സ കിട്ടാതെ പന്മന സ്വദേശി വേണു മരിച്ച സംഭവം കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥ ഉണ്ടായതായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷന്റെ കണ്ടെത്തൽ. കുറ്റക്കാരെ കണ്ടെത്തി കേസെടുത്ത് നിയമപരമായ പരിഹാരം കാണണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. കൃത്യവിലോപം കാട്ടിയവർക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. യഥാസമയം ചികിത്സ ലഭിക്കാതെ പന്മന മനയിൽ പൂജാഭവനത്തിൽ വേണു മരിച്ച സംഭവത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയുണ്ടായതായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ കണ്ടെത്തി. രോഗിക്ക് യഥാസമയം ചികിത്സ നൽകുന്നതിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഡോക്ടർമാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വേണുവിന്റെ മരണത്തിന് കാരണം കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ കുറ്റകരമായ അനാസ്ഥയാണ്. ഒപ്പം അശ്രദ്ധയും ഏറെയാണ്. അതിനാൽ നിയമപരമായ രീതിയിൽ അന്വേഷണ റിപ്പോർട്ട് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിച്ച് അശ്രദ്ധയും അനാസ്ഥയും കാണിച്ചവർക്കെതിരെ കേസെടുത്ത് അന്വേഷിച്ച് നിയമപരമായ പരിഹാരം കണ്ടെത്തണമെന്ന് പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ നിർദ്ദേശിച്ചു. കേസിൽ ഉൾപ്പെടുന്നവർക്കും വിഷയത്തിൽ കൃത്യവിലോപം നടത്തിയിട്ടുള്ള കേസിൽ ഉൾപ്പെടാത്ത മറ്റു ജീവനക്കാർക്കുമെതിരെ വകുപ്പുതല നടപടിയെടുക്കാനും പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ നിർദ്ദേശിച്ചു. കഴിഞ്ഞ നവംബർ 1 നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വേണുവിനെ ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. അവിടെ നിന്നും ഡോക്ടർ പരിശോധിച്ച ശേഷം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടാൻ നിർദ്ദേശിച്ചു. ജില്ലാ ആശുപത്രിയിലെത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ പരിശോധിച്ച ശേഷം അസുഖം ഗുരുതരമായ സാഹചര്യത്തിൽ ആൻജിയോഗ്രാം ചെയ്യണമെന്നും ജില്ലാ ആശുപത്രിയിൽ സൗകര്യങ്ങളില്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുകയായിരുന്നു. ഉടൻ തന്നെ സ്വകാര്യ ആംബുലൻസിൽ യാത്ര തിരിച്ച് രാത്രി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചേർന്നു. അവിടെ പരിശോധനകൾ നടത്തിയ ശേഷം 28-ാം വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ മൂലം എൻ്റെ ഹസ്ബൻഡ് വേണു മരിച്ചിട്ട് 5 മാസം കഴിഞ്ഞു. ആദ്യത്തെ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായിട്ട് വന്നു. അതിൽ യാതൊരു നടപടി ഉണ്ടായില്ല. അവർക്ക് വീണ്ടും രണ്ടാമത്തെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ റിപ്പോർട്ട് ഇതുവരെ ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ജനുവരി 6 ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഒരു ഇതിന് പോയിട്ടുണ്ടായിരുന്നു, അദാലത്തിന് പോയിട്ടുണ്ടായിരുന്നു. അദാലത്തിൽ അന്ന് ആദ്യമേ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ എന്തിനാണ് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്ന് ചോദിച്ചിട്ട് അത് ഏറ്റവും വളരെ വിഷമം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും ഈ 2 ദിവസത്തിന് മുന്നേ റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ടിലും പറയുന്നത് അവർ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജിലും അതായത് നമ്മൾ കൊണ്ടുപോയ ഏതോ ഹോസ്പിറ്റൽ കൊല്ലം ഹോസ്പിറ്റൽ മുതൽ ഓരോ കൃത്യനിർവഹണം നടന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഇനിയും അതായത് ഓരോ പ്രതീക്ഷകൾ ഇങ്ങനെ വരുമ്പോഴും പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് ഓരോ നീക്കങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ട് എൻ്റെ പ്രതീക്ഷകളെങ്കിൽ അസ്തമിക്കുമ്പോൾ വീണ്ടും അടുത്തൊരു റിപ്പോർട്ട് വീണ്ടും എനിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഗുരുതരാവസ്ഥയിലായിരുന്ന വേണുവിനെ കട്ടിലില്ലെന്ന കാരണം കാണിച്ച് തറയിലാണ് കിടത്തിയത്. വേണുവിന്റെ ഭാര്യ സിന്ധുവിന്റെ കൂടെ സഹായത്തിന് മറ്റാരുമില്ലാത്തതിനാൽ ഭർത്താവിനെ വീൽചെയറിലിരുത്തി ഉരുട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു ജീവനക്കാരനോട് സഹായം ആവശ്യപ്പെട്ടെങ്കിലും അത് നിരസിച്ചു. രാത്രി 8:30 അഡ്മിറ്റ് ചെയ്തിട്ടും പുലർച്ചെ 1:45 ഗുരുതരാവസ്ഥയിലുള്ള വേണുവിന് ആദ്യത്തെ മരുന്ന് നൽകിയത്. കാർഡിയോളജി ഡോക്ടറെ OPയിൽ പോയി കണ്ടപ്പോൾ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ആൻജിയോഗ്രാം ചെയ്യുമെന്നറിയിക്കുകയും കാർഡിയോളജി വാർഡിലേക്ക് മാറ്റുകയും ചെയ്തുവെന്നും അറിയിച്ചു. എന്നാൽ ചൊവ്വാഴ്ച വൈകുന്നേരവും ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ പട്ടികയിൽ വേണുവിന്റെ പേര് ഉൾപ്പെടുത്തിയില്ല. ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ചവറ.